എവിടെയാ വീട്? എവിടെയാ? ആ ഇവിടെ അങ്ങനെ സ്ഥിരം വെള്ളം ഉണ്ടാവുന്ന പ്രദേശമാണോ? സ്ഥിരമാണല്ലേ. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതാണോ ഇതുവഴി? പിള്ളേരും പോകും, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പിള്ളേർ. എത്ര പിള്ളേർ കാണും സ്കൂളുകളൊക്കെ? അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. അമ്മച്ചി ഈ നാട്ടിലുള്ള അല്ല, ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കച്ചവടത്തിന് വന്ന് ഇതാവണതാണ്. എപ്പോഴും പാടി തന്നെ മക്കളെ. അത് അമ്മച്ചിക്ക് അറിഞ്ഞു. മഴ വരുമ്പോൾ ഒരുപാട് വെള്ളം തന്നെ. ഇതേപോലെ ആരെങ്കിലും കോർപ്പറേഷൻകാർ അപ്പുറത്തെ സൈഡ് പൊക്കി വിടുക, കല്ലിളക്കി വിടുകയാണെങ്കിൽ വെള്ളം പോവും, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കിടക്കും. അത് നമുക്കെങ്ങനെ ഒരു ഡ്യൂട്ടിക്കൊക്കെ പോണ വലിയ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അവർക്ക് എങ്ങനെ ബുദ്ധിമുട്ടാണ്. നമ്മളെ പോലെയുള്ള സാധുക്കൾ ഇതേപോലെ നീന്തി കളിക്കണ എന്നാ ജോലി. ഇവിടെ മഴ വരുമ്പോൾ ബുദ്ധിമുട്ട്, കർക്കിടകത്തിന് നമ്മൾ കടപ്പുറത്തെ വെള്ളത്തിൽ കിടന്ന് ബുദ്ധിമുട്ട്. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് പ്രശ്നം. ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഇവിടുന്ന് കാറിലൊക്കെ തന്നെ യാത്രയായി പോകുമായിരിക്കും. നമ്മളെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ, സാഹചര്യമൊക്കെ ഇങ്ങനെ പോകും. ചേച്ചി പറഞ്ഞ പോലെ തന്നെ എങ്ങനെ പോയാലും തലസ്ഥാനത്ത് ചേച്ചി കടലോര പ്രദേശത്ത് നിന്ന് വരുന്നതാണ്. കർക്കിടകമാകുമ്പോൾ അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം, അല്ലാത്ത സമയത്ത് ഇവിടെ പ്രശ്നം. എങ്ങനെ പോയാലും വെള്ളത്തിൽ തന്നെയാണ് ആ ജീവിതം എന്നാണ് പറഞ്ഞത്. അപ്പം അത്രത്തോളം ജനം ജീവിതം ദുരിതത്തിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ അങ്ങോട്ടേക്കൊക്കെ തന്നെ വീണ്ടും വെള്ളം കയറാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പം ഞാൻ നിൽക്കുന്ന വളരെ കുറച്ച് പ്രദേശത്ത് മാത്രമേ വെള്ളക്കെട്ട് ശക്തമായിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തേക്കൊക്കെ ചെറിയ രീതിയിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ശക്തമായ മഴ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സ്ഥിതിയൊക്കെ ഉണ്ട്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആളുകളുടെ ജീവിതം വ്യത്യസ്തമാണ്. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ബാക്കി ആളുകളാണ് ഇവിടെ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് മത്സ്യത്തൊഴിലാളികളുണ്ട്, മീൻകാരുണ്ട്, ബാക്കി ആളുകളുണ്ട്, ഇപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ളവരെക്കാട്ടിൽ കൂടുതൽ പുറത്തുനിന്ന് ഇവിടെ തൊഴിലെടുക്കാൻ വരുന്നവരൊക്കെ ആയിരിക്കാം ഈ ദുരിതം അനുഭവിക്കുക. പക്ഷേ കുട്ടികളുമുണ്ട്. കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ കളിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അപ്പം ഇവിടുത്തെ വെള്ളക്കെട്ട് ഈ കഴിഞ്ഞ ഒരു കൊല്ലമായി തുടങ്ങിയതല്ല, മുൻപും വെള്ളക്കെട്ടുകളുണ്ട്. പക്ഷേ ഇത്ര ശക്തമായി തുടങ്ങിയത് ഈ 2 വർഷമാണ് എന്നുള്ളതാണ് ഈ കരിക്കകത്തു നിന്നും ഇവിടെ നിന്നും അറിയുന്നത്. കരിക്കകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പം കടകംപള്ളിയുടെ MLA കടകംപള്ളി സുരേന്ദ്രൻ്റെ വീടിനടുത്ത് തന്നെയാണ് വെള്ളക്കെട്ട് വലിയ ശക്തമായിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടേക്ക് ജനപ്രതിനിധികൾ എത്തി നോക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവിടെയും ഉണ്ടായിരുന്ന ആളുകളുടെ ആക്ഷേപം. എന്തായാലും പൂജ കൂടുതൽ പ്രതികരണത്തിലേക്കൊക്കെ തന്നെ നമുക്ക് വരും സമയങ്ങളിൽ എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ആളുകളൊക്കെ ഒന്ന് ഉണർന്നു വരുന്നതേ ഉള്ളൂ. സമയം ഇത്രേ ആയിട്ടുള്ളൂ. സ്കൂളുകളൊക്കെ ഇനിയിപ്പം പോകാൻ വേണ്ടി കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം